നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാമൂഹിക പെൻഷൻ മേടിക്കുന്ന ആൾക്കാർ അവർ മസ്റ്ററിങ് കാലാവധി ഈ മാസം അവസാനിച്ചായിരുന്നു. അടുത്ത മാസം 10-ാം തീയതി വരെ സർക്കാർ അത് നീട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് കൊടുക്കേണ്ട ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു ഒരു അവബോധം ആൾക്കാർക്ക് കിട്ടുന്നില്ല. ആരും ഈ ഒന്നാമത്തെ കാര്യം ഈ സാമൂഹിക പെൻഷൻ മേടിക്കുന്ന ആൾക്കാരെ അറിയാമല്ലേ, വിധവകളെ, വികലാംഗരെ, അതുപോലെ തന്നെ വാർദ്ധക്യമായവരെ, അങ്ങനെയുള്ള വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പെൻഷനാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ. ഒരു മാസം 1600 രൂപ കിട്ടുന്ന ഒരു കാര്യമാണ്, ഒരു പദ്ധതിയാണത്. അതുപോലും കൃത്യമായിട്ട് കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓണകാലമാണ്, കുറേ മാസമായിട്ട് മുടങ്ങി കിടക്കുന്ന പെൻഷനൊക്കെ ഉണ്ട്. അതിനകത്തൊരു 2 മാസത്തെയെങ്കിലും പെൻഷൻ, 2-3 മാസത്തെയെങ്കിലും പെൻഷൻ ഇവർ കടം മേടിച്ചിട്ടാണെങ്കിലും തരും. അത് ഉറപ്പാണ്, ഓണമൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മസ്റ്റർ ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് കിട്ടാതെ പോകരുത്. അതുകൊണ്ട് ഇനി വരുന്ന അടുത്ത മാസം 10-ാം തീയതി വരെയുള്ള മസ്റ്ററിങ് നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ അക്ഷയയിൽ ഒരു 30 രൂപ ചാർജ് മാത്രമേ ഉള്ളൂ മസ്റ്റർ ചെയ്യുന്നതിന്. അക്ഷയ തന്നെ പോയി ചെയ്യണം. അതുകൊണ്ട് ഇതിന് അർഹതപ്പെട്ട ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും കാണും. അവർക്കൊക്കെ ഈ കാലമായിട്ട് ഇപ്പോൾ 2 മാസ പെൻഷൻ ആണെങ്കിൽ പോലും ഒരു 3200 രൂപയോളം കിട്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ദയവായി നമ്മുടെ ചുറ്റുപാടുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണും, അവരെയൊക്കെ ഒന്ന് സംസാരിച്ച് അവർക്ക് കിട്ടേണ്ട ഈ ആനുകൂല്യം നമ്മൾ ഈ ഒരു ചെറിയ കാരണത്താൽ കിട്ടാതാവും. കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് വേണ്ട പരസ്യമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധമോ ഒന്നും കാണത്തില്ല. കാര്യം അത്രയും പേര് മസ്റ്റർ ചെയ്യാതിരുന്നാൽ ഈ പെൻഷൻ കിട്ടത്തില്ല നിങ്ങൾക്ക് ആർക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസം. അതുകൊണ്ടാണല്ലോ അവരിതിന് വേണ്ട ഒരു പരസ്യമോ അല്ലെങ്കിൽ ഇതിന് വേണ്ട ഒരു പബ്ലിസിറ്റിയോ കൊടുക്കാത്തത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചാനലിലും പത്രത്തിലൊക്കെ നിരന്തരം പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഭരണപക്ഷത്തുള്ള പാർട്ടിക്കാരുണ്ടല്ലോ, ഇപ്പോൾ CPM, CPI അവരുടെ ആൾക്കാരൊക്കെ അതിന് വേണ്ട പരസ്യങ്ങൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ചെയ്യത്തില്ല. കാര്യം നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ആൾക്കാർക്ക് കിട്ടേണ്ട ഈ കാര്യം സർക്കാരിന് വലിയ നഷ്ടമുള്ള കേസാണല്ലോ ഈ പെൻഷൻ എന്ന് പറയുമ്പോൾ. അതായത് നിങ്ങൾ മസ്റ്റർ ചെയ്തിരുന്നാൽ അത്രയും അവർക്ക് ലാഭം, അത് ഓർക്കുക. പക്ഷേ നമുക്ക് അവകാശപ്പെട്ടത്, നിങ്ങളെപ്പോലെ എല്ലാ ആൾക്കാർക്കും അവകാശപ്പെട്ട ഈ പൈസ, 1600 രൂപ എന്നാലോചിച്ച് നോക്കുക. അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ നമ്മുടെ അടുത്തുള്ള അക്ഷയകളിൽ പോയിട്ട് മസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ അർഹതപ്പെട്ട പൈസയാണ്, വളരെ തുച്ഛമായ പൈസയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവും. നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടും വളരെ ഈ പറയുന്ന പോലെയുള്ള വാർദ്ധക്യത്തിലൊക്കെ ആയ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ചായക്കുള്ള പൈസയെങ്കിലും ആവും. ഇത് ഈ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. നമ്മുടെ ചുറ്റുപാടൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ കടകളിലൊക്കെ വന്നിട്ട് സാധനമൊക്കെ മേടിച്ചിട്ട് പെൻഷൻ കിട്ടുമ്പോൾ നമുക്ക് തരാം എന്ന് ഒരു വിശ്വാസത്തിൽ പറഞ്ഞു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് നേരിട്ട് അറിയാം. അതുകൊണ്ട് ദയവായി നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യം ഒന്ന് അറിയിപ്പിച്ചു കൊടുക്കുക. അതിന് കുറച്ച് ദിവസമേ ഉള്ളൂ. അടുത്ത മാസം 10-ാം തീയതി വരെയുള്ളൂ മസ്റ്ററിങ് ഡേറ്റ്. അത് മറക്കാതെ പോയി മസ്റ്റർ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.